നമ്മുടെ ഫാമിലുള്ള കുറച്ച് സീബ്ര ഡാനിയോസിനെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ അവറ്റകളെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫുൾ റെഡ് ഫ്ലവർ ഡോസിൽ ഏകദേശം ബ്രീഡ് ആവാനായിട്ടുണ്ട്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ബ്രീഡ് ആവുമായിരുന്നു. അപ്പോൾ അതിന് കൂടെ കൊണ്ടുവന്നിരുന്ന ഒരു ഫുൾ റെഡ് ഗപ്പി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ബ്രീഡായി ഏകദേശം ഒരു 55ഓളം കുഞ്ഞുങ്ങളെ കിട്ടി. ഈ ഒരു പോർഷനിലാണ് നമ്മൾ മൊയിന കീപ്പ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകൾ പോർഷനിലാണ് കീപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫ്രിഡ്ജ് കേസിലും ഏകദേശം 7ഓളം ടബിലും നമ്മൾ ഇവിടെ മൊയിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു പാത്രമെങ്കിലും നമ്മൾ റീസെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൊയിന പാത്രങ്ങൾ അടച്ച് വെച്ചിട്ടില്ലെങ്കിലും അതിലേക്ക് മൊസ്കിറ്റോസിൻ്റെ എഗ്ഗ് വന്ന് മൊസ്കിറ്റോസൊക്കെ പെരുകാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 5 ദിവസം 6 ദിവസം കൂടുമ്പോൾ തന്നെ ഓരോ ടബും നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 2 ടബ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി കൾച്ചർ ഉള്ള ടാങ്കുകളാണ് നിങ്ങൾ കാണുന്നത്, ടബുകളാണ് കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഓരോ ദിവസം ഓരോന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പോർഷനിൽ ഒരു 3 ടബ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ 2 ടബിൽ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ രണ്ടിനും ഏകദേശം വെള്ളം നമ്മൾ തുറന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ ആൽഗി എന്നറിഞ്ഞ ആൽഗയുടെ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പ് എടുത്തിട്ടാണ് നമ്മൾ ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ടിനും കൂടി ആയിട്ട് കോരിയിട്ട് കുറേശ്ശെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നായിട്ട് നമ്മൾ കോരി എടുക്കുകയാണ്. കോരി എടുത്തത് ഈ ഒരു പാത്രത്തിലേക്ക് നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2 ടബിലുള്ളത് മുഴുവനായിട്ട് നമ്മൾ എടുത്തപ്പോൾ ഈ ഒരു ടബിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ആ 2 ടബിൽ നിന്നും എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഫീഡ് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷമാണ് വീണ്ടും ഇപ്പോൾ ഇത് കളർ വ്യത്യാസം വന്നപ്പോൾ ഞാൻ അതിനെ മാറ്റാൻ വേണ്ടി നോക്കുന്നത്. ഏകദേശം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയൊരു ഉരുള എന്ന് പറയാം. എത്ര തന്നെ നമുക്ക് മൊയിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൾച്ചർ ചെയ്ത് എടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മൊയിന വിത്ത് മൊയിന നല്ല മൊയിനയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയും നമുക്ക് അനുകൂലമാണ്. നല്ല വെള്ളം അങ്ങനെയെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സീബ്രാസിന് നമ്മൾ കുറച്ച് മൊയിനയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള നമ്മളവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് നമ്മുടെ ഫിഷുകൾക്ക് ഫീഡ് ചെയ്യാനുള്ളതാണ്. രാവിലെ ഓൾറെഡി ഫീഡ് ചെയ്താണ്. നമുക്ക് എപ്പോഴും മൊയിന ഫീഡ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അത് ഡൈജഷനൊക്കെ ബാധിക്കും എന്നുള്ള കാരണം കൊണ്ട്. അപ്പോൾ നമുക്ക് ഇടവിട്ടാണ് നമ്മൾ മൊയിന കൊടുക്കുന്നത്. ഡെയിലി മൊയിന കൊടുക്കാറില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൊയിന കൊടുക്കാറുണ്ട്. പക്ഷേ ഡെയിലി കൊടുക്കുന്ന ഫിഷസും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ സീബ്രാസിനെ നമ്മളിപ്പോൾ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൊയിനാസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മുടെ ചാനലിലുള്ള വീഡിയോയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വരുന്നതാണ്. ബാക്കി ഫിഷസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.